വെഞ്ഞാറമൂട് നടന്ന കൊലപാതകം അതിൻ്റെ ന്യൂസ് അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും. അപ്പോൾ ഈ അഫാൻ എന്ന് പറഞ്ഞിട്ടുള്ള 23 വയസ്സുകാരൻ നടത്തിയ ഈ ക്രൂര കൊലപാതകങ്ങളുടെ ഒരു ഫോർമാറ്റ് ഞാൻ പറഞ്ഞു തരാം. പലർക്കും ഇപ്പോൾ ഇതിനകത്തൊരു കൺഫ്യൂഷൻ എന്താണെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും, എന്താണ് സംഭവിച്ചതെന്നുള്ളത്. ആൻഡ് പോലീസ് ഇപ്പോൾ ഫൈൻഡിങ്സ് ഒന്നും പുറത്ത് വിടുന്നില്ല. ഓക്കെ, ഈ വ്യക്തിയുടെ ലഹരിയുടെ ഉപയോഗമടക്കമുള്ള കാര്യങ്ങൾ കൺഫേം ആക്കേണ്ടിയിരിക്കുന്നു. എന്താണെങ്കിലും ഈ വ്യക്തി കൊന്നിട്ടുള്ളത് സ്വന്തം ഫാമിലിയിൽപ്പെട്ട ആളുകളെയും ആ വ്യക്തി സ്നേഹിച്ച പെൺകുട്ടിയെയാണ്. ഓക്കെ, അനിയനെ ആ വ്യക്തി സ്നേഹിച്ച ഒരു പെൺകുട്ടിയെ, പിന്നെ പിതാവിൻ്റെ മാതാവിനെ കൊന്നിട്ടുണ്ട്, പിതാവിൻ്റെ സഹോദരനെ കൊന്നിട്ടുണ്ട്, സഹോദരൻ്റെ ഭാര്യയെ കൊന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ഇവൻ ഈ കൊലപാതകങ്ങൾ ചെയ്തതെന്നുള്ളതിൻ്റെ ഒരു ഏകദേശം ഒരു രൂപം ഞാൻ പറഞ്ഞുതരാം. രാവിലെ പെരുമല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവൻ്റെ വീട് 10, 10:30, 11 മണിയോട് കൂടിയിട്ട് ഇവൻ ഷമി ഉമ്മ, ഓക്കെ, ഇവൻ്റെ ഉമ്മാനെ ഇവൻ കെട്ടിയിട്ട് കഴുത്തിൽ ആദ്യം മുറുക്കി കൊല്ലാൻ നോക്കി. പിന്നെ ഉമ്മാനെ നേരെ റൂമിൽ കൊണ്ടുപോയി പൂട്ടിയിട്ടതിന് ശേഷം ഉമ്മാനെ പുറത്തുനിന്ന് വീടും സാധനമൊക്കെ ലോക്ക് ചെയ്ത് ഉമ്മാനെ കൊന്നിട്ടില്ല. ഉമ്മാനെ ആദ്യം കൊല്ലാനുള്ളൊരു ശ്രമം നടത്തിയതിന് ശേഷം ഇവൻ വാതിലൊക്കെ പൂട്ടി ഇവൻ പുറത്തിറങ്ങുകയാണ് ചെയ്യുന്നത്. ഉമ്മാക്ക് ക്യാൻസറാണ്. ഉപ്പ നാട്ടിലില്ല കഴിഞ്ഞൊരു 7 വർഷമായിട്ട്. ഓക്കെ, പിന്നെ ഉപ്പാക്ക് വരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അവിടുന്ന് സൗദി ബാനോ കാര്യങ്ങളോ എന്തൊക്കെയോ കിട്ടിയതാണ് ആ വ്യക്തിക്ക്. സോ ട്രാവൽ ബാനും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഇവർ ഫാമിലി ആയിട്ട് ഉപ്പാനെ കാണാൻ ഒരു 2 മാസം മുമ്പ് സൗദി അറേബ്യയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ വ്യക്തിക്കൊരു ബ്രദറും ഉണ്ട്. ഓക്കെ, ഇതാണ് ഇവരുടെ ഒരു ഫാമിലി സെറ്റപ്പും. ഇവൻ ആദ്യം ഒരു 10, 11 മണിയോട് കൂടിയിട്ട് ഉമ്മാനെയാണ് ആദ്യം കൊല്ലാൻ ശ്രമിച്ചത് പെരുമലയിൽ. അത് അവൻ അവിടെ പകുതി വഴിക്ക് സ്റ്റോപ്പ് ചെയ്ത് കൊലപാതക ശ്രമം പകുതി വഴിക്ക് ഇട്ട് ഉമ്മാനെ പൂട്ടിയിട്ടിട്ട് വണ്ടി എടുത്തിട്ട് ഇവനൊരു പ്രൈവറ്റ് ഫിനാൻസ് കമ്പനിയിൽ പോയി എന്നുള്ളൊരു കാര്യം കുറച്ച് പേര് പറയുന്നുണ്ട്. പ്രൈവറ്റ് ഫിനാൻസ് കമ്പനിയിൽ ചെന്നിട്ട് വെഞ്ഞാറമൂട് സ്വർണം വെച്ചിട്ട് പണം വായ്പയ്ക്ക് എടുക്കുക എന്നുള്ള പരിപാടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പൈസ അവൻ മേടിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെയാണ് എൻ്റെ സംശയങ്ങൾ വരുന്നത്. ഓക്കെ, കുടുംബത്തോടു കൂടി ഫിനാൻഷ്യൽ ഇഷ്യൂ ഉണ്ട്, പൈസയ്ക്ക് ശേഷം പ്രശ്നമുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഉപ്പാക്ക് എന്താണെങ്കിലും ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ട് എന്നുള്ളത് ബന്ധുക്കൾ ഇന്നലെയൊക്കെ കുറേ പേര് വീഡിയോയിൽ പറയുന്നുണ്ട്. ഇങ്ങനെ ഫിനാൻഷ്യൽ ക്രൈസിസ് ഉള്ളൊരു ഫാമിലിയാണ്. കുടുംബം ഒന്നാകെ ഇങ്ങനെ ഞങ്ങൾ തീരാൻ വേണ്ടി പോവാണ്, നമ്മൾ ആത്മഹത്യക്ക് വേണ്ടി ശ്രമിക്കുക എന്നൊക്കെ പറയുന്നൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ഇവൻ എന്തിന് ഈ പൈസ വാങ്ങി എന്നുള്ളൊരു ചോദ്യം എൻ്റെ മൈൻഡിൽ വരുന്നുണ്ട്. ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ചെന്ന് സ്വർണം പിന്നെ കൊണ്ടുവന്ന് തരാം, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കൊണ്ടുവന്ന് തരാം എന്ന് പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്തിട്ട് ഇവൻ അവിടുന്ന് കുറച്ച് പൈസ മേടിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ പൈസ മേടിച്ചതിന് ശേഷം ഇവൻ ഒരു 11 മണിയോടുകൂടി ചെല്ലുന്നത് നേരെ 11 12:30 കൂടിയിട്ട്, അതായത് ഉമ്മാനെ അവിടെ കെട്ടിയിട്ട് വീട് പൂട്ടി അപ്പുറത്ത് ഫിനാൻഷ്യൽ സ്ഥാപനത്തിൽ ചെന്നു, പണം വാങ്ങി, സ്വർണം പിന്നെ തരാമെന്ന് പറഞ്ഞു. പെരുമല എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് പാങ്ങോട്ടേക്കാണ് ഇപ്പോൾ പോകുന്നത്. പാങ്ങോട്ടേക്ക് പെരുമലയിൽ നിന്ന് 15 കിലോമീറ്റർ ഉണ്ട്. അത് ഇവൻ ഏകദേശം ഒരു 1 മണിയോട് കൂടിയിട്ട്, 10:30 കൂടിയിട്ട് ഇവൻ ഈ പ്രവർത്തികൾ തുടങ്ങി. 1 മണിയോട് കൂടിയിട്ട് സൽമ ബീബി എന്ന് പറഞ്ഞ 90-95 വയസ്സുള്ള ഇവൻ്റെ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ അടുത്ത് ചെല്ലുന്നു. സ്വർണത്തിൻ്റെ ചെയിൻ ചോദിക്കുന്നു. അപ്പോൾ കാര്യങ്ങൾ കണക്റ്റ് ആയല്ലോ. ഈ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ അടുത്ത് ചെന്ന് സ്വർണത്തിൻ്റെ ചെയിൻ ചോദിക്കുന്നത് ഇവൻ ഓൾറെഡി ഉമ്മാനെ കെട്ടിയിട്ട് തല്ലിയിട്ട് വെഞ്ഞാറമൂട് ചെന്നിട്ട് പ്രൈവറ്റ് സ്ഥാപനത്തിൽ നിന്ന് സ്വർണം കൊണ്ടുവരാം എന്ന് പറഞ്ഞ് പൈസ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഉമ്മാനോട് ചിലപ്പോൾ ഇവൻ പൈസയോ പണമോ ചോദിച്ചു കാണും. ഉമ്മാനെയായിട്ട് ഈ പൈസേൻ്റെയും പണത്തിൻ്റെയും കാര്യം പറഞ്ഞ് ഇവൻ തല്ലുണ്ടാക്കി കാണും. അപ്പോൾ ഉമ്മാനായിട്ടുള്ള തല്ല് കൂടിയിട്ട് ഇവൻ എന്ത് ചെയ്തു, അതൊരു വേറെ ലെവലിലേക്ക് പോയപ്പോൾ ഇവൻ ഉമ്മാനെ ഉപദ്രവിച്ച് റൂമിൽ പൂട്ടിയിട്ടു. ഫൈൻ. അപ്പോൾ ഇനി ആരുടെ കയ്യിൽ നിന്ന് പണം ഉണ്ടാക്കാം? പണമാണ് ഇവന് വേണ്ടത്. പണം എന്തിന് ഇവന് എന്നുള്ള ചോദ്യമുണ്ട്. അപ്പോൾ പണം ഇനി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതിലാവും ഉമ്മൻ്റെ മൈൻഡിൽ വന്നേ. ഉമ്മാൻ്റെ കയ്യിൽ നിന്ന് കിട്ടില്ല. അപ്പം നെക്സ്റ്റ് ആരാ? ഉപ്പാൻ്റെ ഉമ്മാൻ്റെ നിന്ന് മാല വാങ്ങാം എന്ന് പറഞ്ഞിട്ടായിരിക്കണം ഇവൻ ഈ സ്ഥാപനത്തിൽ ചെന്ന് പൈസ മേടിച്ചിട്ട് ഉപ്പാൻ്റെ ഉമ്മാൻ്റെ അടുത്ത് പോയത്. ഉപ്പാൻ്റെ ഉമ്മയെ അവിടെ എന്ത് ചെയ്തു, ഇവന് പൈസ കൊടുക്കില്ല അല്ലെങ്കിൽ സ്വർണം കൊടുക്കില്ല എന്നുള്ള കാര്യത്തിൽ അഡമൻ സ്റ്റാൻഡ്, പ്രത്യേകിച്ച് സ്വർണം കൊടുക്കില്ല എന്നുള്ള സ്റ്റാൻഡ് വന്നപ്പോൾ അവിടെ ഒരു മൽപ്പിടുത്തം നടത്തിയിട്ട് കയ്യിലൊരു ഹാമർ കരുതിയിരുന്നു. അപ്പോൾ ഇവൻ റെഡിയാണ്, ഏത് വിധേനയും ഇവൻ അന്ന് പൈസ കിട്ടിയേ പറ്റൂ. ഈ സംഭവം നടത്തുന്ന ദിവസം ഈ പയ്യന്, ഈ അഫാന് പൈസ വേണം. അത് ഇനി ആരെ കൊന്നിട്ടാണെങ്കിലും പൈസ വേണം. അതിന് വേണ്ടിയിട്ടാണ് ഇവൻ എന്ത് ചെയ്തത്, വെഞ്ഞാറമൂടിൽ ഈ സ്ഥാപനത്തിൽ ചെന്നിട്ട് പൈസ വാങ്ങി സ്വർണം പിന്നെ തരാമെന്ന് പറഞ്ഞ് പോരുമ്പോൾ ഇവനൊരു കടയിൽ ചെന്ന് ഹാമർ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് വിധേനയും
കുടുംബക്കാരുടെ അടുത്ത് പോയിട്ട് പൈസ ചോദിച്ച് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവരെ തട്ടിയിട്ടാണെങ്കിലും പൈസ സ്വർണ്ണം എടുക്കണം എന്നുള്ള പ്ലാനിലാണ് ഇവ ഇറങ്ങിയത്. അങ്ങനെ ഇവൻ എന്ത് ചെയ്തു, ഈ ഉമ്മാൻ്റെ കഴുത്ത് ഉപ്പാൻ്റെ ഉമ്മാൻ്റെ കഴുത്തിലുള്ള ചെയിന് പൊട്ടിച്ച് 95 വയസ്സുള്ള ആ സ്ത്രീയെ ഹാമർ കൊണ്ട് അടിച്ച് കൊന്ന് ബാത്റൂമിൻ്റെ സൈഡിലിടുന്നു. ഓക്കെ, അപ്പോൾ ഇവൻ ഈ ബാത്റൂമിൻ്റെ സൈഡിൽ ഇവർ ഇട്ടിട്ട് പോയി. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവരുടെ വീട്ടിൽ ഇവർ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. വേറൊരു ലേഡി അവിടെ നിൽക്കാൻ വരും ഇവർ ഒറ്റയ്ക്കായതുകൊണ്ട്. ആ ലേഡി വന്ന് കാണുമ്പോഴാണ് ഇവർ ചോരയിൽ കുളിച്ച് കിടക്കുന്നത് കാണുന്നത്. പക്ഷേ അപ്പോഴും കൊലപാതകമാണെന്ന് അവർക്ക് മനസ്സിലായില്ല. പിന്നെ പോലീസ് വരുമ്പോഴാണ് അവർക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുള്ളത്. പിന്നെ അവൻ ഈ 2 മണിക്ക് ഉപ്പാൻ്റെ ഉമ്മാനെ ഹാമർ കൊണ്ട് അടിച്ച് കൊന്നതിന് ശേഷം 2 മണിയോട് കൂടിയിട്ട് ഇവൻ എന്ത് ചെയ്തു, ഈ പറഞ്ഞ പാങ്ങോട് നിന്ന് ചുള്ളളം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി. ഈ ചുള്ളളത്താണ് ലത്തീഫും ഷാഹിദ എന്ന് പറഞ്ഞിട്ടുള്ള ഇവൻ്റെ ഉപ്പാൻ്റെ ബ്രദറും വൈഫും ഉള്ളത്. ഉപ്പാൻ്റെ ബ്രദർ CRPF റിട്ടയർഡ് ഒരു വ്യക്തിയാണ്. ഈ വീട്ടിലൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ സോഫയിൽ ഇരുന്ന രീതിയിലാണ് 2 പേരും മരിച്ചു കിടക്കുന്നത്. ഇവിടെ ചായ തിളപ്പിച്ച് വെച്ചതിൻ്റെ ബാക്കി കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇവൻ ഉപ്പാൻ്റെ ഉമ്മാനെ കൊന്ന് സ്വന്തം ഉമ്മാനെ ബാത്റൂമിൽ വീട്ടിൽ കെട്ടിയിട്ട് പോകുന്ന ഇവൻ ഉമ്മാൻ്റെ സ്വർണം കയ്യിലുണ്ട്. അവരെ കൊന്ന് സ്വർണം കയ്യിൽ പിടിച്ചിട്ടുണ്ട്. പോണ വഴിക്ക് ഇവിടെ ചെന്നത്, കാരണം ഒരു വർത്തമാനം പറയാനിരിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അവൻ കാശ് ചോദിച്ചിരിക്കണം, അല്ലെങ്കിൽ സ്വർണം ചോദിച്ചിരിക്കണം. മനസ്സിലായോ? ഇവൻ സ്വർണമോ കാശോ ഇവരോട് ചോദിച്ചിട്ടുണ്ട്. അല്ലാതെ ഇപ്പോൾ ഒരു വീട്ടിൽ കയറി ചെന്നിട്ട് കൊല്ലാനുള്ള കാര്യമാണെങ്കിൽ ഇവൻ്റെ കയ്യിൽ ഓൾറെഡി ഹാമർ ഉണ്ട്. ഇവന് കയറി ചൊന്നൊരെണ്ണം തലക്കടിച്ച് കൊല്ലാം. അങ്ങനെയല്ല, ഇവന് ചായ ഉണ്ടാക്കി കൊടുക്കാനുള്ളൊരു സിറ്റുവേഷനിൽ അവർ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. 2 പേരും സോഫയിൽ ഇരുന്നിട്ടുണ്ട്. സോഫയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ സംസാരം കൂടിക്കൂടി പിന്നെ തലക്കടിച്ച് സോഫയിൽ തന്നെ അവരെ തലക്കടിച്ച് കൊന്നിട്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവൻ അവരോട് എന്ത് ചോദിച്ചു? സ്വർണം ഡിമാൻഡ് ചെയ്തോ പണം ഡിമാൻഡ് ചെയ്തോ? സ്വർണമാണെങ്കിൽ ഉപ്പാൻ്റെ ഉമ്മാനെ കൊന്ന സ്വർണം എത്ര പവൻ, അവൻ്റെ കയ്യിലുള്ള മാല എത്ര എന്ന് നോക്കുക. ഇവൻ ആ സ്വകാര്യ സ്ഥാപനത്തിൽ നിന്ന് വാങ്ങിയ പൈസ എത്ര, അത് എത്ര പവൻ സ്വർണത്തിന് തുല്യമായ പൈസയാണ് ഇവൻ അവിടെ വിഡ്രോ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഇവരെ കയ്യിൽ നിന്ന് ഇവൻ സ്വർണം ഡിമാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് എത്ര പവൻ ഡിമാൻഡ് ചെയ്തു എന്നുള്ളത് പോലീസുകാർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. അത് കഴിഞ്ഞ് ഇവൻ തിരിച്ച് ഈ പറഞ്ഞ ഉപ്പാൻ്റെ ഏട്ടനെയും വൈഫിനെയും ഹാമർ കൊണ്ട് അടിച്ചതിന് ശേഷം വെഞ്ഞാറമൂടുള്ള ഇവൻ്റെ ഗേൾ ഫ്രണ്ടിനെ വിളിക്കുകയാണ്. ഇവിടെയാണ് എൻ്റെ സംശയങ്ങൾ തുടങ്ങുന്നത്. ഈ ഗേൾ ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഇവൻ്റെ വീട്ടിലേക്ക് വരാൻ പറയുകയാണ് ഫർസാന ഇവിടെ പെരുമലയിലുള്ളവൻ്റെ വീട്ടിലേക്ക് വരുന്നത് ആ പെൺകുട്ടീൻ്റെ വീട്ടിൽ ട്യൂഷന് പോവുകയാണെന്നുള്ള നുണ പറഞ്ഞിട്ടാണ് ഈ പെൺകുട്ടി ഈ പയ്യൻ്റെ വീട്ടിലേക്ക് വരുന്നത്. ഓക്കെ, തിരിച്ച് ഈ പറഞ്ഞ ഉപ്പാൻ്റെ ഏട്ടനെയും വൈഫിനെയും കൊന്ന ഇവൻ ഈ ചുള്ളളത്ത് നിന്ന് തിരിച്ച് ഇവൻ്റെ പെരുമല എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഈ ഫർസാന വീട്ടിലെത്തിയ സമയത്തേക്ക് ഇവൻ എത്തുന്നു. പോകുന്ന വഴിക്ക് അനിയൻ ഏറ്റവും ഇഷ്ടപ്പെട്ട കുഴിമന്തി മേടിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവൻ്റെ മൈൻഡിൽ ഇപ്പോൾ ഓൾറെഡി ഫിക്സായി. ഇവൻ ഉപ്പാൻ്റെ ഏട്ടനെ കൊന്നു, അവരുടെ വൈഫിനെ കൊന്നു, ഉപ്പാൻ്റെ ഉമ്മാനെ കൊന്നു, ആൻഡ് സ്വന്തം ഉമ്മാനെ ഓൾറെഡി ഇവൻ കൊല്ലാക്കൊല ചെയ്ത് വിട്ടിട്ടുണ്ട്. അവനും ചിലപ്പോൾ മരിക്കുമായിരിക്കും എന്നൊക്കെ ഇവന് ഫിക്സായി. മനസ്സിലായി? ഇവനെ ഓൾറെഡി കൊലപാതകം നടത്തി. ഇവൻ്റെ കയ്യിൽ ഇപ്പോൾ ഇനി സ്വർണം കിട്ടിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഇനിയിപ്പോൾ അവൻ എന്താ ചെയ്യാൻ പോണേ? ബാക്കിയുള്ളവരെയും കൊല്ലുക, ഞാനും ചാവുക. ഈ സ്കീമായിരിക്കും ഇവൻ്റെ മനസ്സിലൂടെ പോയിട്ടുണ്ടാവുക. അപ്പോൾ ഈ പെൺകുട്ടിയെ ഇവൻ വിളിച്ച് വീട്ടിൽ വരുത്തുന്നുണ്ട്. ഓക്കെ, ആ പെൺകുട്ടി വരുന്നുമുണ്ട്. ഈ പെൺകുട്ടി വീട്ടിൽ വന്നതിന് ശേഷം ഇവൻ കുഴിമന്തി മേടിച്ച്, അനിയന് ആവശ്യമുള്ള കുഴിമന്തി മേടിച്ച്, ഏറ്റവും ഇഷ്ടപ്പെട്ട കുഴിമന്തി മേടിച്ച് വീട്ടിൽ ചെല്ലുന്നു. ഈ പെൺകുട്ടിയെയും തലയ്ക്കടിച്ച് കൊല്ലുന്നു. തലയ്ക്കടിച്ച് കൊന്നതിന് ശേഷം ഇവൻ്റെ അനിയൻ 4 മണിക്ക് സ്കൂൾ വിട്ട് വീട്ടിൽ വന്ന സമയത്ത് 13 വയസ്സുള്ള 8ാം ക്ലാസ് പഠിക്കുന്ന ആ പയ്യന് തലയ്ക്കടിച്ച് കൊല്ലുന്നു. എന്നിട്ട് തിരിച്ച് ഉമ്മാടെ റൂമിൽ ചെല്ലുന്നു. ഉമ്മാടെ റൂമിൽ പോകാൻ ഒരു കാരണമുണ്ട്. രാവിലെ ഉമ്മാനെയായിട്ടുള്ള മൽപ്പിടുത്തവും അടിക്കും ഉമ്മ മരിച്ച് കാണില്ലേ എന്നുള്ളൊരു സംശയം ഇവനുണ്ടായിരിക്കണം. അപ്പോൾ ഉമ്മാനെയും കൂടിയും കൊല്ലാം. അപ്പോൾ എന്തായാലും അനിയനെയും കൊന്നു, പ്രേമിച്ച പെണ്ണിനെയും കൊന്നു, ഉപ്പാൻ്റെ ഏട്ടനെയും ഭാര്യനെയും കൊന്നു, ഉപ്പാൻ്റെ ഉമ്മാനെയും കൊന്നു. ഇനി അവിടെ കൊല്ലാൻ ഇവന് ബാക്കിയുള്ളത് ഉമ്മയാണ്. ഉമ്മ മരിച്ചിട്ടില്ലെങ്കിലോ എന്നാൽ പോയി കൊല്ലാന്ന് പറഞ്ഞിട്ട് ഉമ്മാനെയും പോയി തലയ്ക്കടിക്കുന്നു. പക്ഷേ ഉമ്മ ഇപ്പോഴും ഹോസ്പിറ്റലിലാണ്, ഉമ്മ മരിച്ചിട്ടില്ല. എന്നാലും ഇവൻ കൊല്ലാൻ തന്നെയാണ് ഉമ്മാൻ്റെ തലയ്ക്ക് അടിച്ചിട്ടുള്ളത്. എന്നിട്ട് ഇവൻ കുളിച്ചു കുട്ടപ്പനായി. അതിനുശേഷം എലിവിഷവും കഴിച്ച് 3 കിലോമീറ്റർ അപ്പുറത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഞാനൊരു 4-5 തട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇതാണ് ഉണ്ടായിട്ടുള്ളത്. ഇവൻ വിഷം കഴിച്ച കാര്യവും പോലീസ് സ്റ്റേഷനോട് പറയുന്നു. ഇനി ഞാൻ എൻ്റെ സംശയങ്ങൾ പറയാം. ഇവിടെ മീഡിയാസ് പറയുന്നു കുടുംബത്തിൻ്റെ കടബാധ്യത, ലഹരി പറയുന്നു, കുറേ കാര്യങ്ങൾ പറയുന്നു.
ഇതിൽ ഇന്നലെ ഒരു നാട്ടുകാരൻ സംസാരിച്ച ഒരു ക്ലിപ്പ് ഞാനിവിടെ പ്ലേ ചെയ്യാം. ഇതേവരെയൊക്കെ അറിയുന്നവരാണോ? നമ്മുടെ നാട്ടുകാരാണ്, അറിയുന്നവരാണ്. ഇത് നമ്മൾ വിവരം പറഞ്ഞത് ഈ പയ്യൻ ഒരു പെൺകുട്ടിയും കൊണ്ടുവന്നു. പെൺകുട്ടിയെ ഉൾക്കൊള്ളാൻ അവൻ്റെ വീട്ടുകാർക്കോ ഈ വീട്ടുകാർക്കോ ഒന്നും സാധിച്ചില്ല. ബന്ധുക്കൾ മുഴുവൻ എതിർപ്പ് പറഞ്ഞു. ഇന്നാണ് വിളിച്ചുകൊണ്ട് വന്നതെന്നാണ് അറിയുകയും ചെയ്തത്. ഇന്ന് വിളിച്ചത്. അപ്പോൾ ആ വൈരാഗ്യത്തിൽ ചെയ്തു. ആദ്യം അയാളെ അമ്മമാരുടെ അടുത്ത് പോയി, അവിടുത്തെ ആഭരണം എന്തോ ആവശ്യപ്പെട്ടു. അവിടെ പോയി. കാരണം കേട്ട് കേൾവിയാണ്. ഈ വ്യക്തി പറഞ്ഞ കാര്യം കൃത്യമായി നിങ്ങൾ നോട്ട് ചെയ്യണം. ഒരു പെൺകുട്ടിയെ വിളിച്ചു കൊണ്ടുവന്നു, ഒരു പെൺകുട്ടിയായിട്ട് ഇഷ്ടത്തിലായിരുന്നു, വീട്ടുകാർക്കും ബന്ധുക്കൾക്കും അത് ഇഷ്ടമല്ല എന്നുള്ളൊരു സ്കീം അവിടെ ഓൾറെഡി നിൽക്കുന്നുണ്ട്. ഓക്കെ, ഫൈൻ. ഇത് നാട്ടുകാരൻ പറഞ്ഞത്. ഇനി ഇന്നലെ നിങ്ങൾ ഈ ഉപ്പാൻ്റെ കടബാധ്യത കാര്യങ്ങളൊക്കെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞ വീഡിയോസൊക്കെ പല ചാനലിലും നിങ്ങൾ കണ്ടിട്ടുണ്ട്, പലരും റിയാക്ട് ചെയ്ത് നിങ്ങൾ കണ്ടു കാണും. ഇനി ഇതല്ലാതെ ഈ പയ്യൻ്റെ അഫാൻ്റെ ഉപ്പ ഇന്നലെ ഗൾഫിൽ നിന്ന് സംസാരിക്കുമ്പോൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. എന്റെ ബന്ധുക്കൾ ഇങ്ങനെ എന്നെ പറഞ്ഞതുപോലെ എന്റെ സുഹൃത്തുണ്ട്, ഇങ്ങനെ ഒരു സ്കൂട്ടറിൽ കറങ്ങും, ബൈക്കിൽ കറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു. ഇപ്പൊ ലോകം എങ്ങനെയല്ലേ, ആണും പെണ്ണിട്ട് ഇങ്ങനെ ജീവിക്കുന്ന നാടല്ലേ, അതൊരു വിഷയാക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. പോസിറ്റീവ് ആയിട്ടാണ് അങ്ങനെ പറഞ്ഞോളൂ. ഞാനൊരു വിഷയാക്കേണ്ട കാര്യമില്ല, അവര് ചിലപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാവാം, അല്ലെങ്കിൽ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല, ഇങ്ങനെ ഞാൻ പറഞ്ഞോളൂ. ഇതിനെ കുറിച്ചുള്ള സംസാരങ്ങളൊന്നും പിന്നെ വന്നിട്ടില്ല, പറഞ്ഞിട്ടുമില്ല. പിന്നെ ആ കുട്ടിയിൽ നിങ്ങളുടെ കുറച്ച് സാമ്പത്തികം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ പൈസയൊക്കെ ഞാൻ അയച്ചു കൊടുത്ത് കുറച്ച് ആ പൈസയൊക്കെ ഞാൻ ഇവിടെ നിന്ന് അയച്ചു കൊടുത്ത് പകുതി പൈസ കൊടുത്ത് പകുതി അവന് ഇറന്നു ചെയ്ത പൈസയൊക്കെ കൊടുത്തായിരുന്നു. ഓക്കെ, എന്തെങ്കിലും ഒരു സാമ്പത്തിക ഒരു പ്രയാസം ബുദ്ധിമുട്ട് അവനിൽ ഉണ്ടായിട്ടുണ്ടല്ലേ? സാമ്പത്തിക ബുദ്ധിമുട്ട് അവനുണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല. കാര്യം എന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടേ ഉള്ളൂ, അവനങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ട് വരേണ്ട കാര്യമൊന്നുമില്ല. അല്ല, നിങ്ങൾ പറഞ്ഞു അവരുടെ ആ പെൺകുട്ടിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് പൈസ വാങ്ങിച്ചാലും കുറച്ച് പകുതി പൈസ ഞാൻ കൊടുത്ത് അയച്ചു കൊടുത്താലും പിന്നെ പകുതി പൈസ എങ്ങനെയോ അഡ്ജസ്റ്റ് കൊടുത്തു. ജോലിയൊക്കെ ഉണ്ടായിരുന്നല്ലോ, അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കൊടുത്ത് കാണുമായിരിക്കും. അല്ല, നിങ്ങൾ പറയേണ്ട ഇപ്പൊ വിരിഞ്ഞാന്ന് 2 ദിവസം മുമ്പാണല്ലോ മോഹനായിട്ട് സംസാരിച്ചത്. മാനസിക അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ല. ഗൾഫിലുള്ള ഉപ്പയാണ്. ഓക്കെ, ഈ അഫാൻ്റെ പ്രതിയായ അഫാൻ്റെ ഉപ്പയാണ് സംസാരിച്ചത്. അങ്ങേര് കൃത്യമായി പറയുന്നുണ്ട് ഈ പെൺകുട്ടിയായിട്ടുള്ള റിലേഷൻ ഇവൻ്റെ ബന്ധുക്കാർ, അതായത് ഈ ഉപ്പാൻ്റെ ബന്ധുക്കാരും ബാക്കിയുള്ളവരൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇയാളോട്. പിന്നെ കുട്ടികളല്ലേ, ഈ വയസ്സിൽ കറങ്ങി നടക്കും ബൈക്കിൽ, ബന്ധമൊന്നും ഒരു വിഷയമില്ല എന്നുള്ള മൂഡിലാണ് ഉപ്പ. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഉപ്പ അടുത്തത് പറയുന്നത് ഈ പെൺകുട്ടിയിൽ നിന്നും ഇവൻ കാശ് മേടിച്ചിട്ടുണ്ട്. ആ കാശ് മേടിച്ചതിൽ ഒരു പങ്ക് ഉപ്പ കൊടുത്ത് തീർത്തിട്ടുണ്ട്, ബാക്കി ഇവൻ കൊടുത്ത് തീർത്ത് കാണുമെന്നാണ് പറയുന്നത്. അത് കൊടുത്ത് തീർത്തോ ഇല്ലേ എന്നുള്ളത് ഉപ്പാക്ക് വലിയ ഉറപ്പില്ല, കൊടുത്ത് തീർത്ത് കാണും. അതെത്ര സംഖ്യയാണ് ഈ പയ്യനും ഈ ഫർസാനയും തമ്മിലുള്ള പൈസയുടെ ഡീല് എന്നുള്ളത് അത് കൃത്യമായി പോലീസ് അന്വേഷിക്കണം. ഇവരെ CDR നോക്കണം. കാരണം ഈ പെൺകുട്ടി എങ്ങാനും ഈ പയ്യനോട് പൈസ തിരിച്ച് ആവശ്യപ്പെട്ടിരുന്നെങ്കിലോ, ഈ പൈസ തരാൻ വേണ്ടിയിട്ടാണ്, അതായത് ഈ പെണ്ണിൻ്റെ കയ്യിൽ നിന്ന് ആ പെൺകുട്ടി ചിലപ്പോൾ ആ പെൺകുട്ടിയുടെ വീട്ടുകാരറിയാതെ ആയിരിക്കും ഇവന് ചിലപ്പോൾ സ്വർണ്ണം എടുത്ത് കൊടുത്തിട്ടുണ്ടാവും, ചിലപ്പോൾ പൈസ എടുത്ത് കൊടുത്തിട്ടുണ്ടാവും. വീട്ടുകാരെ അറിയുന്നതിന് മുമ്പ് ഈ പൈസ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കണം അഫാനോട് ചിലപ്പോൾ ഈ പെൺകുട്ടി പൈസ തിരിച്ചു ചോദിച്ചിട്ടുണ്ടാവും. ആ സമയത്ത് ഇവൻ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈ പെൺകുട്ടിയെ വീട്ടിൽ വരാൻ പറയുകയും വീട്ടിൽ നിന്ന് ഈ പൈസ ഒപ്പിക്കാനാവും ആദ്യം ഉമ്മാനോട് ചോദിച്ചത്. പിന്നെ അത് എന്ത് ചെയ്തത്, നേരെ ഈ പറഞ്ഞ പ്രൈവറ്റ് സ്ഥാപനത്തിൽ ചെന്നത്. ഈ ഉപ്പാൻ്റെ ഏട്ടനെയും ഭാര്യേൻ്റെയും തലയ്ക്കടിച്ച് കൊന്നതിന് ശേഷം ഈ കുഴിമന്തി വാങ്ങി ഇവൻ നേരെ ചെന്നിട്ടുള്ളത് ഈ സ്വകാര്യ സ്ഥാപനത്തിൽ ഈ സ്വർണം കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഓക്കെ, ആൻഡ് ഇവൻ്റെ വീട്ടിൽ ഇവൻ്റെ അനിയൻ മരിച്ചു കിടക്കുന്നതിൻ്റെ അടുത്തൊക്കെ ഈ നോട്ടുകൾ പരന്ന് കിടക്കുന്നുണ്ട് പൈസേൻ്റെ എന്നൊക്കെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നൊരു സിറ്റുവേഷൻ ഞാൻ പറയുന്നത്, ശരിയാവാം, ചിലപ്പോൾ തെറ്റാവാം. അഫാൻ്റെ ബന്ധം ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ വീട്ടുകാർക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കണം, ബന്ധുക്കൾക്ക് എസ്പെഷ്യലി. ഓബിയസ്ലി അവരോടൊരു ദേഷ്യമോ കാര്യങ്ങളൊക്കെ വന്നിരിക്കണം. ഉപ്പാൻ്റെ ഏട്ടനോടോ ഉപ്പാൻ്റെ ഭാര്യയോടോ ചിലപ്പോൾ ദേഷ്യം വരാൻ കാരണം അവരുടെ ഒരു സിറ്റുവേഷനിൽ സഹായിച്ചില്ല എന്നാണ് അഫാൻ്റെ മൊഴി. അതായത് കുടുംബം പൈസയ്ക്ക് വേണ്ടി കുറച്ച് പ്രശ്നങ്ങൾ വന്ന് കുടുംബത്തിൽ ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നപ്പോൾ ഉപ്പാൻ്റെ ഏട്ടനും ഭാര്യയും സഹായിച്ചില്ല. പക്ഷേ അത് കൃത്യമായിട്ട് നാട്ടുകാർ കട്ട് ചെയ്യുന്നുണ്ട്. ഉപ്പാൻ്റെ വീട്ടുകാരെല്ലാം, ഉപ്പാൻ്റെ ബ്രദേഴ്സും ബാക്കി എല്ലാവരും ഇവരെ ഫിനാൻഷ്യലി സഹായിക്കാൻ റെഡിയാണ് എന്നുള്ള കാര്യം ഈ അഫാൻ്റെ ഉമ്മ തന്നെ നാട്ടുകാരോടും ബാക്കി ബന്ധുക്കളോടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കാര്യം അവിടെ കട്ടായി. പിന്നെ ഉപ്പ തന്നെ പറയുന്നു ഉപ്പാൻ്റെ ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ തീർക്കാൻ ഉപ്പാക്ക് പറ്റും. ഉപ്പ 7 വർഷമായിട്ട് അവിടെ നിന്ന് ജോലി ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഇവർക്കൊരു വിഷയം ഉണ്ടാവുന്നില്ല. വീട് വരെ വിറ്റിട്ടാണെങ്കിലും ആ ഫിനാൻഷ്യൽ ഇഷ്യൂസ് തീർക്കാൻ അവർക്ക് കപ്പാസിറ്റി ഉണ്ടെന്നും ബ്രദേഴ്സ് സഹായിക്കാൻ പറ്റുന്നുള്ളതും സഹായിക്കുന്നുണ്ട് എന്നുള്ളതും ഉപ്പയും പറയുന്നുണ്ട്. അപ്പോൾ ഇവന് വന്ന ഫിനാൻഷ്യൽ ക്രൈസിസ് എന്തുകൊണ്ടായിരിക്കണം? ഇല്ലെങ്കിൽ
ലഹരി വാങ്ങാനും ലഹരിയുടെ ഉപയോഗവും കാരണം വന്ന ഫിനാൻഷ്യൽ ക്രൈസിസ് ആയിരിക്കണം. അല്ലെങ്കിൽ അഫാന് വന്ന ഫിനാൻഷ്യൽ ക്രൈസിസ് ബെറ്റിംഗ്, ഓൺലൈൻ ഗെയിം, റമ്മി, ഈ പരിപാടികൾ എന്തെങ്കിലുമൊക്കെ കളിച്ചിട്ട് പൈസ പോയിട്ടുണ്ടാവും. ഇവൻ ഈ പോയ പൈസ കടം ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് വാങ്ങിയ പൈസ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലോൺ ആപ്പിൽ നിന്ന് എടുത്ത പൈസ തിരിച്ചടയ്ക്കാൻ വേണ്ടിയിട്ട് എന്താണെങ്കിലും വീട്ടുകാരും നാട്ടുകാരും ഇവന് പൈസ കൊടുക്കില്ല. കാരണം ഇവൻ്റെ ഉപ്പാനോട് പറഞ്ഞിട്ടുണ്ട് ഇവന് ഭ്രാന്താണ്. കാരണം ഉമ്മാനോട് ഇവൻ അത്രയും മോശമായി സംസാരിച്ചത് കൊണ്ടോ ഉമ്മാനോട് അത്രയും എന്താ പറയുക വയലൻ്റായി സംസാരിച്ചുകൊണ്ടായിരിക്കണമല്ലോ ഒരു ഉമ്മ മകനെ കുറിച്ച് അവന് ഭ്രാന്താണ് ഉപ്പാനോട് പറയണമെന്നുണ്ടെങ്കിൽ. അതും കേട്ടോ. വിവരങ്ങളും എനിക്കറിയത്തില്ല. ഈ അഫാൻ നേരത്തെ സൗദി അറേബ്യയിൽ ഉണ്ടായതാണ് ഇവിടെ എനിക്ക് തോന്നുന്നില്ല. അവൻ വിസിറ്റിംഗിന് ഞാൻ മക്കളെ കൊണ്ടുവന്ന് വിസിറ്റിംഗിന് കൊണ്ടുവന്നു 6 മാസം കൂടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇവിടുന്ന് പോകുന്ന സമയത്ത് അഫാൻ ആ രീതിയിൽ വല്ലതെന്തെങ്കിലും അല്ലല്ല, അങ്ങനെയുള്ള യാതൊരു പ്രശ്നം സന്തോഷമായിട്ട് ഒരു വന്ന് സന്തോഷമായി തിരിച്ചു പോകുമ്പോൾ ചെയ്തു ഒരു പോവുകയും ചെയ്യും. ഈ അഫാനായിട്ട് നിങ്ങൾ ഇതിനു മുമ്പ് നേരത്തെ സംസാരിച്ചിട്ടുണ്ടോ? ഇന്നലെ എപ്പോഴെങ്കിലും? ഞാനിപ്പോ ഒരാഴ്ച അവന് കഴക്കൂട്ടത്തിന്റെ ഒരു കമ്പനി ജോലിക്ക് പോകുന്നുണ്ടെന്ന് പറയുന്നു. അങ്ങനെ എപ്പോഴും കിട്ടാറുമില്ല. ഒരാഴ്ച മുമ്പ് ഞാൻ വിളിച്ച് വോയിസ് ഇട്ട് സംസാരിച്ചായിരുന്നു. ഈ അഫാന്റെ ജോലിയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? വിഷയങ്ങളും ഇല്ല, എല്ലാം സന്തോഷത്തോടെ കഴിഞ്ഞു. എനിക്ക് കുറച്ച് ബാധ്യത ഉണ്ടായി. ആ ബാധ്യത തീർക്കാൻ നമ്മുടെ വീടും പേരുടെ വിൽക്കാനുള്ള ശ്രമത്തിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വിറ്റ് കടങ്ങൾ തീർക്കാനുള്ള ശ്രമത്തിലായിരുന്നു. അത് നടന്നില്ല. പിന്നെ എന്തുകൊണ്ട് സംഭവിച്ചെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. ഈ കുടുംബമായിട്ട് എപ്പോഴാണ് നിങ്ങൾ സംസാരിച്ചത്? ഇന്ന് വിളിച്ചിരുന്നോ? ഇന്ന് വിളിച്ചിട്ടില്ല. ഇന്നലെ 2-3 ദിവസമായി വിളിച്ചിട്ട്. അപ്പോഴൊന്നും നേരത്തെ ഒന്നും ഇതുമായിട്ട് അങ്ങനെ എന്തെങ്കിലും വിഷയങ്ങളൊന്നും പറഞ്ഞിട്ടില്ല? അങ്ങനെ അവനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞു. അവന് ബാക്കിനോട് ചോദിച്ചു പറഞ്ഞു തലയ്ക്ക് ഭ്രാന്താണെന്ന് ഇങ്ങനെ പറഞ്ഞു. വൈഫ് എന്നോട് തലയ്ക്ക് ഭ്രാന്താണ്, ഭ്രാന്തത്തെ ആവശ്യമില്ലാത്ത കുറച്ച് കാര്യങ്ങൾ എന്നെ കുറിച്ച് ചീത്ത പോലെയൊക്കെ പറഞ്ഞു. ഒരു വക്കാലേക്ക് ഞാൻ അവന് കുറച്ച് പൈസ കൊടുക്കണം, അവനുമായിട്ട് ചാറ്റിങ് അനിയനായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ അതുപോലെ പറഞ്ഞു. അപ്പൊ അവർ ഞാൻ ചോദിച്ചു എന്താണ് ഇങ്ങനെ പറയാൻ കാര്യം വെച്ചാൽ അവന് തലയ്ക്ക് കാര്യം തലയ്ക്ക് ഭ്രാന്താണെന്ന് ഇങ്ങനെ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞു. ഓക്കെ, ആ ഉപ്പേനെ പറയുന്നു ഉമ്മ പറഞ്ഞിട്ടുണ്ട് ഇവന് ഭ്രാന്താണ്, ഇവൻ പൈസ ഇല്ലാത്തതുകൊണ്ട് ഉപ്പാനെ ചീത്ത പറയലുണ്ട്. അതെന്താ കാര്യം എന്ന് വെച്ചാൽ അവന് ഭ്രാന്താന്ന് പറഞ്ഞിട്ട് ഉമ്മ ഒഴിവാക്കുന്നത്. അപ്പോൾ ഇവന് ഓൾറെഡി പൈസ വേണം. ഇവൻ എന്തിന് പൈസ വേണം? അതൊരു ചോദ്യം. ഇവൻ എന്തിന് ഈ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചു? ഈ പൈസ മേടിച്ചത് കൊണ്ട് ഈ പെൺകുട്ടി അത് തിരിച്ചു ചോദിച്ചതിൻ്റെ കാരണം കൊണ്ടാണോ ഇവൻ അന്നേ ദിവസം ആ പെൺകുട്ടിയെ വീട്ടിലേക്ക് വിളിച്ച് വരുത്തിയത്? അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഓക്കെ, ഈ പൈസ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ഇവൻ ആദ്യം ഉമ്മാനെ ഉപദ്രവിച്ചതും അതിനുശേഷം ഉമ്മാൻ്റെ അടുത്ത് പോയതും പിന്നെ അവിടെ ഇവൻ ചിലപ്പോൾ ലഹരിയുടെ ഇൻഫ്ലുവൻസിലായിരിക്കണം ഇവൻ എല്ലാവരെയും പിന്നെ നോക്കിയിട്ട് കാര്യമില്ല, ഇവൻ എല്ലാവരെയും കൊല്ലുന്നത് തന്നെയാണ് മൈൻഡ് സെറ്റ്. അതായിരിക്കും ലഹരി തലയിൽ കയറിയ പിന്നെ അതന്നെയാണല്ലോ എങ്ങനെയും പൈസ ഉണ്ടാക്കിയിട്ട് ഓളോ അല്ലെങ്കിൽ ഓളെ തീർക്കണം ഈ മൈൻഡായിരിക്കും. ഇപ്പം ലഹരിയുടെ ഉപയോഗം ഇതിനകത്തുണ്ടോ? ഈ ഫർസാനെയും അഫാനും തമ്മിലുള്ള ക്യാഷിൻ്റെ ഡീലിംഗ് എങ്ങനെയാണ്? CDR റിപ്പോർട്ടും കാര്യങ്ങളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള കോളുകളോ ചാറ്റുകളിലോ ഈ പൈസയെക്കുറിച്ച് പറയുന്നുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ പൈസ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണോ ഫർസാനേനെ ഇവൻ ഇവൻ്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്? ഇതൊക്കെ അന്വേഷിക്കണം. ഇതിൻ്റെ എല്ലാ ആസ്പെക്ട്സും അന്വേഷിച്ചാലേ ഇതിനൊരു കൺക്ലൂഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും പോലീസ് അന്വേഷണവും കാര്യങ്ങളൊക്കെ ഒരു വഴിക്ക് നടക്കട്ടെ. നമുക്കറിയാലോ നമുക്ക് ന്യൂസ് എന്നൊക്കെ കിട്ടുന്ന പരിപാടികളും പിന്നെയൊക്കെ ഇവരുടെ വീടിനടുത്തുള്ളവരൊക്കെ പേഴ്സണൽ മെസ്സേജ് അയച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ ഞാൻ എൻ്റെ സംശയവും എൻ്റെ ഊഹാപോഹങ്ങളുമാണ് പറയുന്നത്. ലെറ്റ്സ് സീ ഇനി വരും മണിക്കൂറുകളിൽ എന്താണെങ്കിലും വാർത്തകൾ ഇതിൻ്റെ കുറേ അപ്ഡേറ്റ്സ് കാണാം. എന്തായാലും അഫാൻ അത്ര ക്രിട്ടിക്കൽ സ്റ്റേജിലല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ചിലർ പറയുന്നുണ്ട് ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് എലിവേഷൻ കഴിച്ചുകൊണ്ടെന്നുള്ളത്. അതറിയില്ല. എന്താണെങ്കിലും ഇവന് എങ്ങനെയാണ് ഈ പൈസയുടെ പ്രശ്നം വന്നത്? ഇത്രത്തോളം പൈസ ആവശ്യമുള്ളതിൻ്റെ കാരണം എന്ത്? എവിടെയാണ് ഇവന് പൈസ നഷ്ടമായത്? അതിൻ്റെ കാരണം എന്ത് എന്നുള്ളതൊക്കെ കൃത്യമായി പോലീസുകാർ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു.